തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന സതീശനും മരിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് കരാറുകാരനായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ദുരന്തഭൂമിയിൽ ഇന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വിവരങ്ങളുമായി അജേഷ് ചേരുകയാണ്. അജേഷ്, തീരാ നോവായി മാറുകയാണ് മുണ്ടത്തിക്കോട്. ഇപ്പോൾ കരാറുകാരൻ സതീശനും മരിച്ചിരിക്കുകയാണ്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ, ഇന്ന് മുണ്ടത്തിക്കോട് സതീശൻ 90% പൊള്ളലേറ്റ് ആയിരുന്നു അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 3:30 കൂടി സതീശന്റെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. സതീശൻ ഉൾപ്പെടെ 3 പേർ ആയിരുന്നു ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ സതീശന്റെ മരണത്തോടെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി മാറി. ഒരു വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു മരണമായി സതീശന്റെ ഇപ്പം നിലവിൽ മാറിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 2 പേർ കൂടി ഉണ്ട്. അവരുടെ നിലയും തീർത്തും മോശമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി അജേഷ്, ഇനിയും 2 പേർ കൂടി വളരെ സീരിയസ് ആയി കിടക്കുകയാണ്. മുണ്ടത്തിക്കോട് അപകടം ഒരു തീരാ നോവായി മാറിയിരിക്കുകയാണ്. അജേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് അപകടം മരണം 15ആയിരിക്കുകയാണ്.